ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഇന്ന് പഠിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തിടെ IUCN റെഡ് ഡാറ്റ ലിസ്റ്റിൽ അതിതീവ്ര വംശനാശന ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ കാവേരി നദീതടത്തിലെ മത്സ്യം ഏതാണ്? മത്സ്യം? ഹപ്പ് ബാക്ക്ഡ് മഹസീർ. ഏതാണ്? ഹപ്പ് ബാക്ക്ഡ് മഹസീർ. ഹപ്പ് ബാക്ക്ഡ് മഹസീർ ആണ് അടുത്തിടെ IUCN റെഡ് ഡാറ്റ ലിസ്റ്റിൽ അതിതീവ്ര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ കാവേരി നദീതടത്തിലെ മത്സ്യം. ഏതാണ്? ഹപ്പ് ബാക്ക്ഡ് മഹസീർ. നദിയിലെ കടുവ എന്നറിയപ്പെടുന്ന മത്സ്യമാണ് ഹപ്പ് ബാക്ക്ഡ് മഹസീർ. ഹപ്പ് ബാക്ക്ഡ് മഹസീർ. ഹപ്പ് ബാക്ക്ഡ് മഹസീർ എന്താണ്? നദിയിലെ കടുവ എന്നറിയപ്പെടുന്നു. ആകെയുള്ള 17 ഇനം മഹസീറുകളിൽ ഏറ്റവും വലുതാണ് ടോർ രമാദേവി എന്നറിയപ്പെടുന്നത്. എന്താണ്? ടോർ രമാദേവി. അപ്പോൾ ആകെ 17 ഇനം മഹസീറുകളാണ് ഉള്ളത്. അത് ആ മീനിൻ്റെ പേരാണ്, ആ മത്സ്യത്തിൻ്റെ പേരാണ് എന്ത്? ഹപ്പ് ബാക്ക്ഡ് മഹസീർ എന്നുള്ളത്. ഇപ്പം അതിതീവ്ര വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മത്സ്യ വിഭാഗമാണ്. അത് എവിടെയാണ് കണ്ടെത്തിയത്? ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അത് ഈ ഹപ്പ് ബാക്ക്ഡ് മഹസീർ നദിയിലെ കടുവ എന്നാണ് അറിയപ്പെടുന്നത്. ആകെയുള്ള 17 ഇനം മഹസീറുകളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോർ രമാദേവിയാണ്. ദക്ഷിണേന്ത്യയിലെ കാവേരി നദീതടം മാത്രമാണ് ഈ സ്പീഷീസിൻ്റെ പ്രധാന ആവാസ വ്യവസ്ഥ. നിലവിൽ കാവേരിയുടെ ചില പോഷക നദികളിൽ മാത്രമായി ഇവ ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ കാവേരി നദീതടത്ത് മാത്രമാണ് ഈ സ്പീഷീസ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. കാവേരി നദിയുടെ ചില പോഷക നദികളിൽ മാത്രമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ആവാസ വ്യവസ്ഥ ചുരുങ്ങിയിരിക്കുന്നു. കേരളത്തിലെ പമ്പാർ, കബനി നദികളിലും ഇവയുണ്ട്. മലയാളികൾ ഇവയെ കുയിൽമീൻ എന്ന് വിളിക്കുന്നു. അപ്പം നമ്മുടെ കാവേരി നദിയുടെ പോഷക നദികളാണല്ലോ പമ്പാറും കബനിയൊക്കെ. അപ്പം ആ നദികളിലും എന്തുണ്ട്? ഈ മത്സ്യത്തെ കാണാൻ പറ്റും. നമ്മൾ കേരളത്തിൽ ഇതിനെ കുയിൽമീൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന കാവേരി നദീതടത്തിലെ മത്സ്യമാണ് ഏത്? ഹപ്പ് ബാക്ക്ഡ് മഹസീർ. ഹപ്പ് ബാക്ക്ഡ് മഹസീർ. അതിൽ 17 ഇനം മഹസീറുകളിൽ ഏറ്റവും വലുതാണ് ടോർ രമാദേവി എന്നുള്ളത്. ടോർ രമാദേവി. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് നോർത്ത് ബേ, ആൻഡമാൻ കടലിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? നോർത്ത് ബേ, ആൻഡമാൻ കടൽ. നോർത്ത് ബേ, ആൻഡമാൻ കടലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത്. ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് ആരംഭിച്ചത് എവിടെയാണ്? നോർത്ത് ബേ, ആൻഡമാൻ കടൽ. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രി ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. ജിതേന്ദ്ര സിംഗ് ആണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രി. ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? നോർത്ത് ബേ, ആൻഡമാൻ കടലിലാണ്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രി ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് എന്താണ്? ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ്. അത് ആരംഭിച്ചത് നോർത്ത് ബേ, ആൻഡമാൻ കടലിലാണ്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആരാണ് ഇപ്പോഴത്തെ ഭൗമശാസ്ത്ര മന്ത്രി? ജിതേന്ദ്ര സിംഗ് ആണ്. 2026 ജനുവരിയിൽ അതിരൂക്ഷമായ കാട്ടുതീ കാരണം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന രാജ്യമാണ് ചിലി. 2026 ജനുവരിയിൽ അതിരൂക്ഷമായ കാട്ടുതീ കാരണം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന രാജ്യമാണ് ചിലി. ചിലിയുടെ പ്രസിഡന്റ് ആരാണ്? ഗബ്രിയേൽ ബോറിക്. ഗബ്രിയേൽ ബോറിക് ആണ് ചിലിയുടെ പ്രസിഡന്റ്. അപ്പോൾ കാട്ടുതീ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന രാജ്യമാണ് ചിലി. ചിലിയുടെ പ്രസിഡന്റ് ആരാണ്? ഗബ്രിയേൽ ബോറിക്. ഗബ്രിയേൽ ബോറിക് ആണ് ചിലിയുടെ പ്രസിഡന്റ്. 2026 ജനുവരിയിൽ സാംസ്കാരിക മന്ത്രാലയവും ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനും
ചേർന്ന് സംഘടിപ്പിക്കുന്ന ആഗോള ബുദ്ധമത ഉച്ചകോടിയുടെ വേദിയാണ് ന്യൂഡൽഹി. 2026 ജനുവരിയിൽ സാംസ്കാരിക മന്ത്രാലയവും ഇൻ്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനും കൂടി ചേർന്ന് സംഘടിപ്പിക്കുന്ന ആഗോള ബുദ്ധമത ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2026 രണ്ടാം ആഗോള ബുദ്ധമത ഉച്ചകോടിയാണ് നടക്കുന്നത്. അപ്പോൾ 2026 നടക്കാൻ പോകുന്നത് എന്താണ്? രണ്ടാം ആഗോള ബുദ്ധമത ഉച്ചകോടിയാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ് വേദിയാക്കുന്നത്. അപ്പോൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ആഗോള ബുദ്ധമത ഉച്ചകോടി നടക്കുന്നത്. 2026 ജനുവരിയിലെ ആഗോള ബുദ്ധമത ഉച്ചകോടി നടക്കുന്നത് ന്യൂഡൽഹിയിലെ എവിടെ വെച്ചിട്ടാണ്? ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. 2026 തീം എന്ന് പറയുന്നത് കളക്റ്റീവ് വിസ്ഡം, യുണൈറ്റഡ് വോയിസ് ആൻഡ് മ്യൂച്വൽ കോ എക്സിസ്റ്റൻസ്. എന്താണ്? കളക്റ്റീവ് വിസ്ഡം, യുണൈറ്റഡ് വോയിസ് ആൻഡ് മ്യൂച്വൽ കോ എക്സിസ്റ്റൻസ്. കളക്റ്റീവ് വിസ്ഡം, യുണൈറ്റഡ് വോയിസ് ആൻഡ് മ്യൂച്വൽ കോ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് ബുദ്ധമത ഉച്ചകോടിയുടെ, ആഗോള ബുദ്ധമത ഉച്ചകോടിയുടെ ആപ്തവാക്യം. 2026 തീം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായി സെമ്മൊഴി ഇലക്കിയ ബിരുദ പുരസ്കാരം, ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംവിധാനം. എന്താണ്? സെമ്മൊഴി ഇലക്കിയ ബിരുദ പുരസ്കാരം, ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാടിൻ്റെ ഗവർണർ ആരാണ്? RN രവിയാണ് തമിഴ്നാടിൻ്റെ ഗവർണർ. അപ്പം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഗവർണർ RN രവി. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായിട്ട് സെമ്മൊഴി ഇലക്കിയ ബിരുദ പുരസ്കാരം, എന്താണ്? ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ആ സെമ്മൊഴി ഇലക്കിയ ബിരുദ പുരസ്കാരം എന്നുള്ള ആ വാക്കിൽ തന്നെ ഒരു തമിഴ് ടച്ച് ഉണ്ടല്ലേ, അപ്പോൾ അത് തമിഴ്നാട്. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായി സംഗീതം ചിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് MM കീരവാണി. എന്താണ്? വന്ദേ ഭാരതത്തിൻ്റെ 150-ാം വാർഷികം പ്രമേയമാക്കിയിട്ട്, വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം പ്രമേയമാക്കി 2026 77ാം റിപ്പബ്ലിക് ദിന പരേഡിനായിട്ട്. അപ്പോൾ 2026 റിപ്പബ്ലിക് ദിന പരേഡ് എത്രാമത്തെയാണ്? 77ാമത്തെയാണ്. അപ്പോൾ 77ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിനോട് അനുബന്ധിച്ച് എന്താണ്? വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം പ്രമേയമാക്കിയിട്ട് സംഗീതം ചിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് MM കീരവാണി. ആരാണ്? MM കീരവാണി. 2026 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രധാന പ്രമേയം വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നാണ്. ഇപ്പോൾ പ്രധാന പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നുള്ളതാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം, വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ദിന പരേഡിനായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തിയത് ആരാണ്? MM കീരവാണി. തേജേന്ദ്ര കുമാർ മിത്ര 1923 വരച്ച വന്ദേ മാതരത്തിലെ വരികളെ ആസ്പദമാക്കിയുള്ള പെയിൻറ്റിങ്ങുകൾ കർത്തവ്യപഥിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ തേജേന്ദ്ര കുമാർ മിത്ര ആരാണ്? തേജേന്ദ്ര കുമാർ മിത്ര 1923 വരച്ച വന്ദേ മാതരത്തിലെ വരികളെ ആസ്പദമാക്കിയുള്ള പെയിൻറ്റിങ്ങുകൾ. അപ്പോൾ വന്ദേ മാതരത്തിലെ വരികളെ ആസ്പദമാക്കി ചിത്രം വരച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തേജേന്ദ്ര കുമാർ മിത്രയാണ്. 1923 തേജേന്ദ്ര കുമാർ മിത്രയാണ് വന്ദേ ഭാരതത്തിലെ വരികളെ ആസ്പദമാക്കി എന്താണ്? പെയിൻറ്റിങ്ങുകൾ നടത്തിയത്. അപ്പോൾ ആ പെയിൻറ്റിങ്ങുകൾ കർത്തവ്യപഥിൽ പ്രദർശിപ്പിക്കും. കവിയും സാഹിത്യകാരനുമായ K സച്ചിദാനന്ദൻ്റെ ആത്മകഥയാണ് അവിരാമം. സച്ചിദാനന്ദൻ്റെ ആത്മകഥ എന്താണ്? അവിരാമം. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാണ് K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? K സച്ചിദാനന്ദനാണ്. K സച്ചിദാനന്ദൻ്റെ ആത്മകഥയാണ് അവിരാമം. എന്താണ്? അവിരാമം. അവിരാമം ആരുടെ ആത്മകഥയാണ്? K സച്ചിദാനന്ദൻ്റെ ആത്മകഥയാണ് അവിരാമം. K സച്ചിദാനന്ദൻ ഇപ്പോൾ വഹിക്കുന്ന എന്തിൻ്റെ അധ്യക്ഷനാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാണ് K സച്ചിദാനന്ദൻ. K സച്ചിദാനന്ദൻ്റെ ആത്മകഥ എന്താണ്? അവിരാമം. ഏത് അധ്യക്ഷ സ്ഥാനമാണ് വഹിക്കുന്നത്? കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനമാണ് K സച്ചിദാനന്ദൻ നിർവഹിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ
പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ. കേരള മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ് ചിഞ്ചു റാണി. കേരള മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും കൂടിയാണ് ചിഞ്ചു റാണി. അപ്പം എന്താണ് ഈ സമൃദ്ധ എന്നുള്ളത്? ഈ സമൃദ്ധ എന്നുള്ള പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ. അപ്പോൾ കേരള മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി. കേരള സർക്കാർ നടപ്പിലാക്കുന്ന കണക്ട് ടു വർക്ക് അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാന പരിധി 5 ലക്ഷമാണ്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന കണക്ട് ടു വർക്ക് എന്താണ്? കണക്ട് ടു വർക്ക് അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷമാണ്. അതിൻ്റെ പരിധി എത്രയാണ്? 5 ലക്ഷമാണ്. നൈപുണ്യ പരിശീലനത്തിനും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ കണക്ട് ടു വർക്ക് എന്താണ്? നൈപുണ്യ പരിശീലനത്തിനും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ധനസഹായം പ്രതിമാസം 1000 രൂപ ഒരു വർഷത്തേക്ക് ലഭിക്കും. അപ്പോൾ ധനസഹായം പ്രതിമാസം 1000 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും. പ്രായപരിധി എത്രയാണ്? 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കഴിയാത്തവർക്കും ഈ പദ്ധതിയിൽ അംഗമാവാം. അതായത് കണക്ട് ടു വർക്ക് എന്നുള്ളത് എന്താണ്? കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കണക്ട് ടു വർക്ക് എന്നുള്ളത്. അതിൻ്റെ വരുമാന പരിധി എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. നൈപുണ്യ പരിശീലനത്തിനും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ പ്രതിമാസം 1000 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും. ധനസഹായമായിട്ട് പ്രതിമാസം 1000 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഗൈഡഡ് പിനാക്ക റോക്കറ്റുകളുടെ ആദ്യ ബാച്ച് ഏത് രാജ്യത്തിലേക്കാണ് കയറ്റുമതി ചെയ്തത്? അർമേനിയയിലേക്കാണ് കയറ്റുമതി ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഗൈഡഡ് പിനാക്ക റോക്കറ്റുകളുടെ ആദ്യ ബാച്ച് ഏത് രാജ്യത്തിലേക്കാണ് കയറ്റുമതി ചെയ്തത്? അർമേനിയ. അസർബൈജാനുമായുള്ള അതിർത്തി തർക്കങ്ങൾക്കിടയിലാണ് അർമേനിയ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുന്നത്. പിനാകയ്ക്ക് പുറമെ ആകാശ് മിസൈൽ സംവിധാനവും അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഗൈഡഡ് പിനാക്ക റോക്കറ്റുകളുടെ ആദ്യ ബാച്ച് അർമേനിയയിലേക്കാണ് കയറ്റുമതി ചെയ്തത്. എന്താണ്? ഗൈഡഡ് പിനാക്ക റോക്കറ്റുകൾ എവിടേക്കാണ് കയറ്റുമതി ചെയ്തത്? അർമേനിയയിലേക്കാണ് കയറ്റുമതി ചെയ്തത്. അസർബൈജാനുമായുള്ള അതിർത്തി തർക്കങ്ങൾക്കിടയിലാണ് അർമേനിയ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുന്നത്. പിനാകയ്ക്ക് പുറമെ ആകാശ് മിസൈൽ സംവിധാനവും അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ട് ടെലഗ്രാം ചാനലിൽ, ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. എല്ലാവരും ആൻസർ ചെയ്യുക. നന്നായി പഠിച്ചിട്ട് എക്സാം എഴുതി നോക്കുക. താങ്ക് യു.